ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ കുടുംബാമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നതെന്ന്. അപ്പം നമ്മളത് രാവിലെ തന്നെ ഒരു 8 മണി കഴിഞ്ഞു. 8 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയത് 8:30 കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ട്രാവൽ ബുക്ക് ചെയ്ത് കേട്ടോ പോകുന്നത്. അപ്പം അതിലെല്ലാം സാമഗ്രികളും എല്ലാം എടുത്ത് വെച്ചിട്ടിട്ട് ഞങ്ങൾ വണ്ടിയിലോട്ട് കയറി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വണ്ടിയിലെ ഫ്രണ്ടിലത്തെ ഒന്ന് ഫോട്ടോ എടുക്കാൻ, അങ്ങനെ വന്നിട്ട് വീഡിയോ എടുത്ത കേട്ടോ. അപ്പം നമ്മൾ ഇതാണ് ഫ്രണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. പിന്നെ നമ്മൾ വണ്ടിയിലോട്ട് കയറുന്നു. അപ്പോൾ വണ്ടിയിൽ ഞങ്ങൾ വെള്ളമെല്ലാം ഓൾറെഡി ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. എന്ന് വെച്ചാൽ അത്രയും നല്ല ദൂരം ഉണ്ടായതുകൊണ്ട് നല്ലപോലെ വെള്ളമെല്ലാം ഒരു 3 ക്യാൻ വലിയ അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ ഇട്ട് കൊണ്ടുപോയി കേട്ടോ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ കൊണ്ടുപോയത്. രാവിലത്തെ ഫുഡ് കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട് രാവിലത്തെ ഫുഡൊക്കെ ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയത്. അപ്പം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. വണ്ടിയിൽ ചിലവർക്ക് വണ്ടിയിൽ കയറിയപ്പോൾ കുറേ പേര് വാള് വയ്ക്കാനൊക്കെ തുടങ്ങി. ഛർദ്ദിച്ച് ഉപ്പാട് വന്നു അങ്ങോട്ട് പോയിട്ട് തന്നെ. പിന്നെ ഇതൊക്കെ തെമ്മല ഭാഗം കേട്ടോ. ഞങ്ങൾ ഒരു ഭാഗം തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തി. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ആ ഒരു ഭാഗമാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഒരു കടയുടെ സൈഡിലാണ്, എന്ന് വെച്ചാൽ വൈകിട്ടാണെന്ന് തോന്നുന്നു അവിടുത്തെ ഓപ്പൺ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഞങ്ങളപ്പോൾ ആ സൈഡിൽ തന്നെ വണ്ടിയിൽ ഫുഡൊക്കെ നിർത്തിയിട്ടിട്ട് തന്നെ ഫുഡ് കഴിച്ചത്. അപ്പം ഫുഡ് കഴിക്കാനായിട്ട് 2 അപ്പൂപ്പന്മാർ വന്നിട്ട് അവർ നോക്കി നിൽക്കുക. അപ്പം നമ്മളത് നോക്കി, അവർ ഈ എന്താ പറയുക, ഭിക്ഷ എടുക്കുന്ന അവരൊക്കെ അല്ലേ. അപ്പം നമ്മൾ അവർക്കും ഫുഡ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് പിന്നെ ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിയതിൻ്റെ ഒരു വീഡിയോ, വ്യൂവും കാര്യങ്ങളും ആ ഒരു ഭാഗത്തോ. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഒരു കാട്ടിൻ്റെ ഇടയ്ക്ക്, എന്ന് വെച്ചാൽ വീടോ കാര്യങ്ങളോ അതിൻ്റെ ആ ഭാഗത്തൊന്നുമില്ല, ഫുള്ള് കാടാണ്. അപ്പം ആ ഒരു ഏരിയയിലാണ് ഇത് ഇത്ര എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ആ ഒരു പാറയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ എടുത്തത്. അപ്പം നമ്മൾ അവിടെ എത്താറായിട്ടോ. പിന്നെ ഞങ്ങൾ ആദ്യം ട്രെയിനിൽ പോകാനായിട്ട് ബുക്ക് ചെയ്തിട്ട് റിസർവേഷൻ ചെയ്തിട്ടാണ്. പക്ഷേ ആ ടൈം ഞങ്ങൾക്ക് റിസർവേഷൻ കിട്ടിയില്ല. പിന്നെ നമ്മൾ ട്രാവൽ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ട്രാവൽ ബുക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വന്ന വണ്ടി എല്ലാം പിടിച്ച് നമ്മൾ പോയത്. പിന്നെ ഞങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ആ കാണുന്നൊരു മലയിൽ, എന്ന് വെച്ചാൽ അത്ര നല്ല കാണാൻ ഭംഗിയുണ്ട് ആ മല കണ്ടപ്പോൾ. അതിന് കയറണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ലാസ്റ്റ് കാണാം കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടോ. അപ്പോൾ അവിടെ എത്തിയതിൻ്റെ കുറച്ച് വീഡിയോസ്, നമ്മൾ വന്ന ഭാഗത്ത് തന്നെ ഫുഡ് കഴിക്കാനായി അവിടെ തന്നെ ഫുഡ് നമുക്ക് മറ്റേത് ഞങ്ങൾ തന്നെ ആയിരുന്നു പ്രിപ്പയർ ചെയ്ത് ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഈ വട്ടം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഫുഡ് അവിടെ തന്നെ റെഡിയാക്കി വെച്ചിട്ടാണ്. അപ്പം അവിടെ എൻ്റെ കുട്ടികൾക്ക് ആടും കോഴിയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ആ ഒരു സാധനം കണ്ടില്ലേ, നമ്മുടെ ഈ പനയുടെ ഒരു കിഴങ്ങ് അതുണ്ടായിരുന്നു. അത് നമ്മുടെ ബന്ധുക്കാർ തന്നെ കൊണ്ടുവന്ന കേട്ടോ. പിന്നെ ഞങ്ങൾ ഫ്രഷ് ആവാനായിട്ട് ഈ ഒരു ആറ്റിലാണ് വന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും അവിടെ തന്നെയാണ് ഫ്രഷ് ആവാനും കുളിക്കാനും എല്ലാവരും വരുന്നത്. അപ്പം നമ്മൾ വരുന്നതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, കുറേയൊക്കെ വീഡിയോ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് പോയി. പിന്നെ ഇതെൻ്റെ അനിയത്തിയുടെ ഫോണിൽ നിന്നൊക്കെ എടുത്തതാണ്, ഞാൻ കയ്യിൽ നിന്ന് എടുത്ത് വെച്ചത്. പിന്നെ നമ്മൾ പൊങ്കാല ഉണ്ടായിരുന്നു, വന്ന ഭാഗത്ത് തന്നെ ഞങ്ങൾ പൊങ്കാല ഇട്ടു. പൊങ്കാല ഇടാനായിട്ട് ഞാൻ പൊങ്കാല ഇട്ടില്ല, എൻ്റെ അമ്മയും മാമിയും 2-3 മാമിമാരും ഉണ്ടായിരുന്നു. 3 മാമിമാരുമായിട്ട് പൊങ്കാല എടുത്തു, കുഞ്ഞെ ഇട്ടു, അങ്ങനെ കുറേ പേര് ഇട്ടു കേട്ടോ. പിന്നെ ആ ഒരു ഇതാണ് കേട്ടോ എൻ്റെ അമ്മ പൊങ്കാല ഇടുന്നു. അമ്മ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും വന്ന് പൊങ്കാലയൊക്കെ ഇട്ടു. അങ്ങനെ കുറച്ച് വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. പിന്നെ നമ്മൾ അമ്പലത്തിനെ ഫുള്ള് ചുറ്റി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് എന്നല്ല, കാരണം ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് പിന്നെ ഈ അമ്പലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എനിക്കൊരു അമ്പലത്തിൽ പോകാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളെല്ലാവരും അങ്ങ് ഉറങ്ങിപ്പോയി. എന്ന് വെച്ചാൽ നല്ല ടയേർഡായിരുന്നു അവർ. പിള്ളേർക്കൊക്കെ നല്ല ടയേർഡെന്ന് പറഞ്ഞാൽ ഫുഡ് ശരിയാവില്ല. ഉച്ചയ്ക്കത്തെ ഫുഡ് നമുക്ക് പറ്റണില്ലായിരുന്നു. അവിടുത്തെ ഒരു ആഹാരം ആയതുകൊണ്ട് നമുക്ക് പറ്റണില്ലായിരുന്നു. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ചോറ് കണക്ക് ഒരു നാട്ടിൽ പോകുമ്പോൾ നമുക്കത് പറ്റണില്ല. പിന്നെ ഈ ഒരു പനയുടെ പോലെ ഉണ്ടല്ലോ, അത് വെച്ചാണ് കേട്ടോ പൊങ്കാലയൊക്കെ ഇട്ടത്. ഞാനാദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ എൻ്റെ മാമനും 2 മാമന്മാരൊക്കെ ഇരുന്ന് തേങ്ങയും ശർക്കരയൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് വെച്ചാൽ അവിടെ എപ്പോൾ വേണേലും പൊങ്കാല ഇടാം. നമ്മൾ വരുന്ന ടൈമിങ്ങിൽ പൊങ്കാല ഇടാം. ഞങ്ങൾ വന്നപ്പോഴൊക്കെ പൊങ്കാലയായിരുന്നു, ഉച്ച സമയത്തൊക്കെ പൊങ്കാലയായിരുന്നു. അതിൻ്റെ അപ്പൂപ്പനൊക്കെ ഇരുന്ന് സഹായിച്ചു. ഇത് എൻ്റെ ഒരു ബന്ധുവാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു പൊങ്കാല കാണുന്നു. നമ്മൾ വരുന്ന ടൈമിങ്ങിനൊക്കെ പൊങ്കാല ഇടുന്നതെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനൊരു കുഞ്ഞിലെ പോയൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും നിന്ന് പൊങ്കാല ഇടുന്നു.
പിന്നെ ആ അമ്പലത്തിലൊരു പ്രത്യേകത വർഷത്തിലൊരിക്കലേ ആ ഒരു അമ്പലം തുറക്കത്തുള്ളൂ. ഈ പങ്കിനി ഉത്രം എന്ന് പറയത്തില്ല, ആ ഒരു ഇതിൽ ആ അമ്പലം തുറക്കത്തുള്ളൂ. അപ്പം അതെല്ലാവർക്കും വിശേഷപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാവരും വരും. എല്ലാവരും എന്ന് വെച്ചാൽ കുടുംബക്കാരെല്ലാവരും വരും കേട്ടോ. അപ്പം എല്ലാവരും പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് പ്രസാദം പിറ്റേന്നായിട്ടാണ് കിട്ടിയത്. അമ്പലത്തിൽ ഭഗവാന്റെ മുമ്പിൽ വെച്ച് പൂജിച്ചൊക്കെ കുറച്ച് നേരം എടുത്തു. ഞങ്ങൾക്ക് അന്ന് തന്നെ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് രാത്രിത്തേക്ക് ഇഡ്ഡലിയും അവിടെ തന്നെയാണ് ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിക്കാനായിട്ടായിരുന്നു. പിന്നെ എൻ്റെ കുഞ്ഞൊരനിയത്തി ഈ മലയിൽ കയറണമെന്ന് ഭയങ്കര ഞാൻ പറഞ്ഞില്ല കയറണമെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇതാണ്. അപ്പോൾ അവർക്കൊരു ആഗ്രഹം ഇങ്ങനെയുണ്ട്. അപ്പം ഞാനൊരു ഇത് കൊടുത്തു, പ്രോത്സാഹനം. ഞാനൊന്ന് കയറി കഴിഞ്ഞാൽ അവരും കയറുമല്ലോ. പിന്നെ എൻ്റെ കുഞ്ഞൊട്ടും സമ്മതിച്ചില്ല, അതിൻ്റെ മേളിൽ കയറാൻ സമ്മതിച്ചില്ല. ഇതാട്ടോ അതിൻ്റെ മേളിൽ പകുതി വരെ ചെന്നപ്പോൾ അതിൻ്റെ ഉള്ള വ്യൂ ആണ് കേട്ടോ. ഞങ്ങളങ്ങ് എൻഡിൽ കയറാനാണ് നിന്നത്, പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതിൽ കുറച്ച് വീഡിയോസൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം ആ ആടും കോഴിയൊക്കെ വച്ചേക്കുന്നത് അവിടെ ഇത് മാടന് കൊടുക്കാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ വീഡിയോസും പിന്നെ ഞങ്ങളൊരു അമ്പലത്തിൽ, ഞങ്ങളുടെ അപ്പാപ്പൻ്റെ ഒരു അമ്പലമാണത്. അപ്പോൾ ആ അമ്പലത്തിൽ കാർത്തപ്പുറം അവിടെയൊക്കെ പോയി. പിന്നെ അവിടെ നിന്നുള്ളൊരു കുറച്ച് വ്യൂ ഉണ്ടായിരുന്നു. അവിടുത്തെ ആറും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചതിൻ്റെ കുറച്ച് വ്യൂസ് ആട്ടോ. ഞങ്ങൾ മലയും കാടും ഒക്കെ ഉണ്ട്. പിന്നെ ആ ഒരു കാണുന്ന വേപ്പുണ്ട്, ഈ വേപ്പിൽ ഞങ്ങൾ വെള്ളം ഒഴിച്ച് എന്ന് വെച്ചാൽ അപ്പാപ്പൻ പണ്ട് കൊണ്ട്, അപ്പാപ്പന് മുമ്പേ ഉള്ളവരൊക്കെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ ആ ഒരു വേപ്പിൽ ഒരു കുടം വെച്ച് വെള്ളം അവിടെ നിന്ന് കിട്ടത്തില്ല, എന്നാൽ വേറൊരു സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ക്യാൻ വെള്ളം എടുത്തുകൊണ്ട് പോയില്ല. ആ ഒരു ക്യാനിൽ നിറച്ചെടുത്തുകൊണ്ട് ഓരോ കുടം വെച്ച് ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ ഞങ്ങളതുകൊണ്ട് ഇതാണ് അമ്പലം. ആ അമ്പലത്തിൻ്റെ അകത്ത് പോയി തൊഴുതു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ തൊഴുതു. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് ശരിയായിട്ടില്ലായിരുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിരുന്നു. അവർക്കുള്ള ഫുഡെല്ലാം നമ്മൾ എല്ലാം സേഫെന്ന് വെച്ചാൽ അവർക്ക് പറ്റിയ ആഹാരം കഴിക്കാൻ പറ്റിയെല്ലാം നമ്മൾ കൊണ്ടുപോയിരുന്നു. പിന്നെ അവർക്കുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മളുണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ വേപ്പ്. നമ്മൾ പിന്നെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു. എങ്ങനെയാലും വീട്ടിലെത്തുക വെച്ചാൽ നല്ല ടയേർഡായി, കാരണം അത്രയും ട്രാവൽ ചെയ്യുന്നതിൻ്റെ എല്ലാം നമുക്ക് ഈ സമയത്തുള്ള ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം നമുക്ക് അവരെ ട്രാവൽ ചെയ്തപ്പോൾ അതുമല്ല തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ഉൾപ്പെടെ ഛർദ്ദിച്ച് ഉപ്പാട് വന്ന്. വണ്ടി നല്ലപോലെ കുലുങ്ങിയതാണോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി, ഛർദ്ദിച്ച് വാരിയെന്ന് പറയാമായിരുന്നു. ആ അവസ്ഥയായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉറക്കമായിരുന്നു. അവർക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടും വന്നില്ല. അതുകൊണ്ട് ദൈവം സഹായിച്ച് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ തിരിച്ചു വിട്ടോ. പിന്നെ ഞങ്ങൾ പകുതി എത്തിയപ്പോൾ എല്ലാവരും ചായ കുടിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കിട്ടുമല്ലോ ഈ തിരുനെൽവേലി ഹൽവ, അത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിക്കാനും വാങ്ങിക്കാനുള്ള ധൃതിയിലായിരുന്നു, കാരണം എക്സൈറ്റായിരുന്നു. കാരണം ആ ഹലുവയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്ന ഹലുവ കണക്കല്ല അവിടെ കിട്ടുന്നത്. അപ്പോൾ അത് ഒരു 12 കിലോ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. കാരണം ഓരോരുത്തരും നമുക്കല്ല കേട്ടോ 12 കിലോയും, നമുക്ക് ഓരോ കവർ വെച്ചായിരുന്നു. 1/2 കിലോ 1 കിലോ ഒക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ നമുക്കുള്ളതായിരുന്നു. പിന്നെ ഇവിടുത്തെ ഷോപ്പിലും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അവരൊക്കെ കുറച്ച് ഓർഡറൊക്കെ തന്നാൽ അവരൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ പൈസ തരും. അപ്പം അവർക്കുള്ളതും കൂടി നമ്മൾ വാങ്ങിച്ചിരുന്നു കേട്ടോ. മൊത്തം നമുക്ക് ഒരു 1/2 kg തന്നെ 250 രൂപ കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് വന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വ്യൂസും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമെന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീടൊന്നും എത്താറായില്ല കേട്ടോ. നമ്മൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് നമ്മൾ തെങ്കാശി ആ ഭാഗമൊക്കെ എത്തിയപ്പോൾ നമ്മൾ ആലുവ വാങ്ങിക്കാനുള്ള ധൃതി എന്നൊക്കെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. ആലുവയൊക്കെ വാങ്ങിച്ച് നമ്മൾ വണ്ടിയിൽ പാക്ക് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് ആ ഏരിയയിൽ ചെന്നപ്പോൾ നമുക്ക് ഫുഡിനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങളത് രാത്രിയായി. ഞങ്ങൾ നല്ല ലേറ്റായി. പിന്നെ ഒരു ചെക്ക് പോസ്റ്റ് എത്തി. ഇത് ചെക്ക് പോസ്റ്റാണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ചെക്ക് പോസ്റ്റ് ഇതാണ് കേട്ടോ. ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.